പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അന്നത്തെ ദിവസം അന്നന്ന് വേണ്ട ആഹാരം പോലെ ദൈവം നൽകുന്ന സന്ദേശം സ്വീകരിച്ച് അന്നത്തെ വിഷയങ്ങൾ കർത്താവിന് കൈമാറുന്ന ഒരു കൈമാറ്റ ശുശ്രൂഷയാണ് നടക്കുന്നത്. ഇതൊരു പ്രഭാത കൈമാറ്റമാണ് ശരിക്കും. അതിൽ നമ്മുടെ വിശ്വാസമുണ്ട്, നമ്മുടെ പ്രത്യാശയുണ്ട്, നമ്മുടെ ദൈവസ്നേഹമുണ്ട്, ദൈവിക പുണ്യങ്ങളെല്ലാം അങ്ങോട്ട് പരസ്പരം കൈമാറുന്ന ഒരു കൈമാറ്റ ശുശ്രൂഷയാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന. അതിൻ്റെ നക്ഷലായിട്ടുള്ള അതിൻ്റെ ഒരു ചൈതന്യം എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ജീവിതം കർത്താവിനെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ കൃപാസനം മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ ഇവിടെ നിയോഗങ്ങൾ സമർപ്പിക്കണം. ഇന്നത്തെ നിയോഗങ്ങൾ, നാളത്തതല്ല, ഇന്നത്തെ നിയോഗങ്ങൾ, പോകുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, കൂടുന്ന മീറ്റിങ്ങുകൾ, ഇടപെടുന്ന സ്ഥാപനങ്ങൾ, സന്ദർഭങ്ങൾ, എവരിത്തിങ് കർത്താവിൻ്റെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ കൈകളിലേക്ക് കൈകൾ കുപ്പി ശിരസ് നിർമ്മിച്ച് പത്തി ഉറയിപ്പിക്കുക. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മളിനി പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇതാണ് അവർ ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അപ്പോൾ ഇന്നത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അച്ഛൻ നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കും. നമ്മുടെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത്, അതായത് ജനലക്ഷങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പം തന്നെ 26-ാം തീയതി നാളെ നമുക്ക് റാലി ആരംഭിക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ റാലി പങ്കെടുത്തുകൊണ്ട് ജപമാല. അതെല്ലാം കൃപാസനം പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ആസ്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്നും നാളെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ റാലിയിൽ പ്രാർത്ഥിക്കുന്ന 10,000ങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വെള്ളിയാഴ്ച ഒക്ടോബർ 25-ാം തീയതി, നാളെ ശനിയാഴ്ച ഒക്ടോബർ 26-ാം തീയതി, കർത്താവേ, നാളെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ജപമാല റാലിയാണ്.
അവിടെ പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കിന് ജപമാലകളെ ഞങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ ശുശ്രൂഷ സുരക്ഷിതമായി നടത്തുവാനും ഭംഗിയായിട്ട് നടത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ കരുണ ഇവരിലേക്ക് ആവശ്യിക്കണം. റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കണം കർത്താവെ. എല്ലാ അനുകൂലമായ കാലാവസ്ഥ നൽകണം. പങ്കെടുക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പങ്കെടുത്താൽ അയാളുടെ പ്രാർത്ഥനകൾ ആ കുടുംബങ്ങളെ മുഴുവനും ആശീർവദിക്കണം. കാരണം അവർ പ്രാർത്ഥന കടന്നു പോകുന്ന വഴികൾ, റാലി കടന്നു പോകുന്ന വഴികൾ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുദ്ധം മുറുകയും ജനങ്ങളെ വിഭജിക്കപ്പെടുകയും മാനസികമായി പുതിയ പുതിയ മതിലുകൾ ഉയരുകയും ചെയ്യുന്ന ആ സമാധാനത്തിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിന് സമാധാനം നൽകിയ യേശുക്രിസ്തുവിൻ്റെ സന്ദേശം ലോകം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ അവർ കൃപയും നിറയുവാനും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ വളരുവാനും അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഓരോരോ വിഷയങ്ങൾക്ക് പോകുന്നവർ, ഓരോരോ സങ്കടകരമായ സാഹചര്യങ്ങളിൽ പോകുന്നവർ, വേദനയിൽ ജീവിക്കുന്നവർ, രോഗികൾ, പീഡിതർ, സാമ്പത്തികമായ ക്രൈസിസ് ഉള്ളവർ, സാമ്പത്തികമായ കടങ്ങളിൽ വിഷമിക്കുന്നവർ, പലതരത്തിലുള്ള ഭീഷണിക്ക് വിധേയമായവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, സ്വത്ത് ബാധിക്കുന്നവരിൽ തന്നെ കർത്താവെ, സഹോദരന്മാർ തമ്മിൽ ഭിന്നതയുള്ളവർ, സഹോദരികളുടെ കേസുള്ളവർ, വിവാഹത്തിനായവരുടെ കേസുകൾ, അതുപോലെ തന്നെ മക്കളെ പിരിഞ്ഞു ജീവിക്കുന്ന മാതാപിതാക്കന്മാർ പിരിഞ്ഞു ജീവിക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരു കുടുംബം എങ്ങനെ ജീവിച്ചുകൊണ്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ അനാഥരായി പോകുന്ന മക്കൾ, അനാഥരായി പോകുന്ന വൃദ്ധ മാതാപിതാക്കന്മാരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങൾ പോകുന്ന ഓരോ വഴികളിലെ കർത്താവ്, സ്ഥാപനങ്ങളിലെ, അതുപോലെ തന്നെ സന്ദർഭങ്ങളിലെ, സമയങ്ങളിലെ എല്ലാം സഞ്ചരിച്ചെത്തുന്ന സഞ്ചാരി മാതാവേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് രോഗപീഠകളിലും സാമ്പത്തിക വറുതികളിലും ജോലിയില്ലായ്മകളിലും മറ്റു തരത്തിലുള്ള അധികാര രേഖകൾ കിട്ടാത്തതിൻ്റെ പേരിലും അനുവാദം കിട്ടാത്തതിൻ്റെ പേരിലും, അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇതുപോലെ എല്ലാ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നവർ, അവിടെ ഇൻ്റർവ്യൂ ടെസ്റ്റ് പ്രതീക്ഷിക്കുന്നവർ കർത്താവെ, ഈ എല്ലാ മേഖലകളിലും നാളെ നടത്താൻ പോകുന്ന PSC ടെസ്റ്റിൽ പങ്കെടുക്കാൻ പോകുന്ന അനേകായിരങ്ങളുണ്ട്. മറ്റു തരത്തിലുള്ള പരീക്ഷകൾ പങ്കെടുക്കുന്നവരുണ്ട്. അവരെ എല്ലാവരെയും നീ ആശീർവദിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ആശീർവദിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന സന്ദേശം നമുക്ക് ഇന്നലെ വായിച്ചതിൻ്റെ ബാക്കിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:15. അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പം ചില ആർക്ക് കർത്താവിൻ്റെ അടുത്ത് വന്നില്ല, തൽക്കാലത്തേക്ക് വിട്ടുപോയ പിശാച് വേറൊരു യുവാവിലൂടെ ഈശോനെ വീണ്ടും സന്ദർശിക്കണം. എന്താണ് പറയണത്? പിതൃസ്വത്ത് ഞാനുമായിട്ട് പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് പറയണമേ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യ, നിങ്ങളുടെ കുടുംബത്തിലെ സ്വത്ത് ഭാഗിക്കുന്ന ആളായിട്ട് എന്നെ ആരാ മാറ്റിയത്? അപ്പോൾ ഈശോയെ ന്യൂനീകരിക്കുന്ന ഒരു പ്രവണത എപ്പോഴും വരും. ദ ഗോഡ് ഓഫ് ലിറ്റിൽ തിങ്സ്, കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാനായിട്ട് കർത്താവ്. നമ്മുടെ ആധ്യാത്മിക ദാരിദ്ര്യം അനുഭവിക്കുന്നത് അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു കാര്യങ്ങളുടെ തമ്പുരാൻ മാത്രമായിട്ട് ഈശോനെ റെഡ്യൂസ് ചെയ്യുന്നത് ഒരു പൈശാചികമായ നടപടിക്രമമാണ്. അതാണ് ഈ കല്ലുകളോട് സ്വന്തം വെച്ചപ്പ് മാറ്റാൻ വേണ്ടി, ഈ കല്ലുകളോട് അപ്പമാക്കാൻ പറയാൻ വേണ്ടി പിശാചിൻ്റെ പ്രലോഭനം തന്നെയാണ് ഈ യുവാവിലൂടെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവതിരുസന്നിധി മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്താ കാര്യത്തിൽ സമ്പത്തിന് ധന്യമാക്കാൻ പറ്റാത്തതിന് കാരണം ഇത് കൈമോശം വന്നു പോകുന്നുള്ളതാണ്. അതാണ് ഈശോ മത്തായിയുടെ സുവിശേഷം 6:19 നോക്കാമല്ലോ നമുക്ക്. അതിനകത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? അത് ഈ വിഷയം മത്തായിയുടെ സുവിശേഷം 6:19. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടുള്ള ധന്യമാകുന്നത് എന്ന് പറയുന്ന ഈശോ തന്നെയാണ് പറയണത്. അതിൻ്റെ ഒരു വ്യാഖ്യാനം പോലെ അത് പറയണത്. എന്താണ്? ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം കരുതി വെക്കരുത്. എന്താ കാരണം? തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. ഇതെന്ത് വിഷയം എന്ന് പറയണത്? ഈ സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമ്പത്തിനെ ദൈവതുല്യമായിട്ട് കാണും, ദൈവത്തിന് പകരം. അത് ലോകത്തിന് മുഴുവൻ ഭരിക്കുന്ന അബദ്ധം അതാണല്ലോ. എല്ലാവരും ആക്രാന്തത്തോടെ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നത് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അതിനെന്ത് പറയും? അത് അവരുടെ ലക്ഷ്യമായിട്ട് മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം സമ്പത്ത് കൈയടക്കും. അതുകൊണ്ടാണ് ഈശോ പറയണത്, ദൈവത്തിൻ്റെ സ്ഥാനം അൾട്ടിമേറ്റായിട്ട് സമ്പത്ത് ആ സ്ഥാനം സ്വീകരിക്കും. അങ്ങനെ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കും എന്ന് കർത്താവ് പറഞ്ഞില്ലേ?
വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം, മഹത്വം. എടുത്തോളൂ. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്നത് നിൽക്കരുതാത്തിടത്ത് നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. അതായത് വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവത്തെ പോരായ്മയെ കരുതിക്കൊണ്ട് അധമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും. ട്വിസ്റ്റിംഗ് നടക്കണം ഇങ്ങനെയാണ്. അതങ്ങനെ കർത്താവിന്റെ വചനത്തിലുണ്ട്. എന്താ പറയണത്? സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരങ്ങൾക്കും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അത് ഇത് വലിയ സീരിയസ് വിഷയം. കാര്യം വെച്ചാൽ സമ്പത്തിന് ദൈവത്തിന്റെ പ്രാധാന്യം കൊടുത്താൽ, ദൈവമാണ് ധനമാണ് ദൈവം എന്ന് ചിന്തിച്ചാൽ എന്താ കാര്യം? എന്നാ സംഭവം? പിന്നെ അതായത് ദുർമോഹം ഗർഭം ധരിച്ച് ഇപ്പം ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും കാരണം എന്ന് പറയത്തില്ലേ? അർത്ഥത്തിലാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:10. ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. അപ്പോൾ വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ധനത്തിന് കൊടുക്കുകയും ധനത്തെ ദൈവമാക്കി മാറ്റുകയും ചെയ്താൽ സംഭവിക്കുന്നത് എന്താണ്? തിന്മകൾ പെരുകും. ഇനി ധനം സമ്പാദിക്കാൻ വേണ്ടി ഇപ്പം കൃപാസനത്തിലെ ചില ആൾക്കാർ വന്നിട്ട് ഉടമ്പടിക്കിടക്ക് ലോട്ടറി ടിക്കറ്റ് വരെ എടുക്കും. അത് എന്തോ ഒരു വിഡ്ഢിത്തരമാണ് കാണിക്കണത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്ത് സംഭവിച്ചാൽ ദൈവത്തിനെ സഹായിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചെപ്പടി വിധികളിലൂടെ പെട്ടെന്ന് ധനവാനാകാൻ വേണ്ടി നോക്കുമ്പോൾ, ദൈവത്തിനെ കൂടി അതിനകത്ത് പങ്കെടുപ്പിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണത്? വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്തരത്ത് നിൽക്കുകയാണ് നിൻ്റെ ഉള്ളിൽ. നിങ്ങൾ കൃപാസന സാക്ഷ്യം മാത്രം നോക്കിയാൽ മതി. ഓരോ സാമ്പത്തിക വിഷയത്തിലും ദൈവം എങ്ങനെയാണ് അവരെ സംരക്ഷിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടുത്തെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ ഇതുപോലെ സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭൂമിയും അതിൻ്റെ ജീവിതവും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ അന്യാധീനപ്പെട്ടു പോകും. എന്താ കാര്യം? ദൈവത്തെ കൂടാതെ നിങ്ങൾ സംഭരിച്ച എല്ലാ സാധനങ്ങളും കൈമോശം വരും. അതുകൊണ്ട് എൻ്റെ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഇതാണ്: കർത്താവേ, ഒന്നാം സ്ഥാനം നിനക്ക് തന്നുകൊണ്ട് എൻ്റെ വിഷയങ്ങളെക്കാളെല്ലാം വലിയ വിഷയം നീയാണെന്ന് ചിന്തിക്കാനും നിന്നെ സ്വീകരിക്കാനും നിന്നെ നേടാനും വേണ്ടി എൻ്റെ ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുടെ നിറഭേദങ്ങളെ നിന്നെ നേടാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ആത്മജ്ഞാനത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.